भारत माता की रेडी करता कन्नड़ पेजी പോയിട്ടുണ്ട് ചേച്ചി കുറച്ച് അനുഭവിക്കാൻ മതി നന്നായിരിക്കും. ചേച്ചി കയറുന്നു പ്രിവിലേജ് ചേച്ചി കയറുന്നു ഫ്രണ്ട്ലി പ്രിവിലേജിൽ
ബ്ലഡ് ഫോട്ടോ ഏതാ? അവന് ഒഴിവില്ലാന്ന് പറഞ്ഞിട്ടാണ്. അവൻ്റെ ഭാര്യയുടെ പ്രശ്നമാണ്. പേരെന്താ? അഭിലാഷ്. ഈ പരിപാടി ആരെല്ലാം മൈക്ക് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഏവരുടെയും ഭയങ്കരനായ ബഹുമാനായ ശ്രീ സഭാനന്ദൻ മാസ്റ്റർ എംപിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും ആവേശം പകരുന്ന ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് ശിവൻ അവർകൾ, നമ്മുടെ എല്ലാം ആവേശമായ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പതാകയേന്തി ജനങ്ങളുടെ അംഗീകാരം നേടാൻ നമ്മോടൊപ്പം പ്രവർത്തിക്കുന്ന നമ്മുടെ സ്ഥാനാർത്ഥി ബഹുമാന്യ സഹോദരി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, നമ്മോടൊപ്പം വേദിയിലുള്ള നഗരസഭാ ചെയർമാൻ ശ്രീ സ്മിതേഷ്, നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ടി ബേബി, പ്രിയ സഹോദരി, നമ്മോടൊപ്പം നമ്മെ ആശീർവദിക്കാൻ വേദിയിലുള്ള ഏറ്റവും ആദരണീയനായ ശിവരാജേട്ടൻ, ഉദയഭാസ്കർജി, നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും പിന്തുണയും നൽകാൻ കർണാടകയിൽ നിന്ന് എത്തിച്ചേർന്ന ഹുബ്ലി MLA ശ്രീ മഹേഷ് ജി, വേദിയിലുള്ള മറ്റ് ഏറെ ബഹുമാന്യരായ പാർട്ടിയുടെ കാര്യകർത്തൃ സഹോദരങ്ങൾ, സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട അമ്മമാർ, സഹോദരിമാർ, ഗുരുജനങ്ങൾ, മറ്റ് സഹപ്രവർത്തക സഹോദരങ്ങൾ, എല്ലാവർക്കും സ്നേഹപൂർണ്ണമായ നമസ്കാരം. കേൾക്കാൻ പ്രയാസമുണ്ടോ? പുറകിൽ കേൾക്കുന്നില്ലേ? ഇല്ല. ഇപ്പോൾ നമ്മുടെ ഈ കൺവെൻഷൻ ഉള്ളു നിറഞ്ഞ പ്രാർത്ഥനയോടെ ഭദ്രദീപം കൊളുത്തി നമ്മുടെ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വഴികാട്ടികളായി വർത്തിച്ച നമ്മുടെ ആചാര്യദ്വയങ്ങളുടെ മുമ്പിൽ പുഷ്പാർച്ചന നമ്മൾ ആരംഭിക്കുകയാണ്. പാർട്ടിയുടെ, നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിന് ആരംഭം കുറിച്ച നാൾ മുതൽ നമ്മോടൊപ്പം പവിത്രമായ നമ്മുടെ ആദർശം നെഞ്ചേറ്റി നമ്മെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഏറ്റവും മുതിർന്ന തലമുറയിൽപ്പെട്ട ആൾ മുതൽ യുവത്വത്തിന്റെ കരുത്തോടെ ഇന്ന് നമ്മുടെ പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആൾ വരെ ഇവിടെ സംഗമിച്ചിരിക്കുകയാണ്, വേദിയിലും സദസ്സിലും.
ചരിത്രപരമായ ഒരു വിജയം നമ്മുടെ പ്രസ്ഥാനത്തിന് നേടിയെടുക്കാൻ വേണ്ടിയുള്ള ആവേശകരമായ പ്രവർത്തനത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മുഴുവൻ കരുത്തും ആവാഹിച്ചെടുത്തുകൊണ്ട് അത് ആവിഷ്കരിച്ചുകൊണ്ട് ഈ നാടിന് ശരിയായ വഴി കാണിച്ചു കൊടുക്കാനുള്ളവരാണ് നമ്മൾ എന്ന ആത്മബോധത്തോടെയാണ് നാം എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും വെല്ലുവിളികളും നേരിട്ട് വെറും രണ്ടാന്തര പൗരന്മാരാണ് നിങ്ങൾ എന്ന് നമ്മുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി പറയുന്ന പലരോടും വിനയാന്വിതമായി മാത്രം മറുപടി പറഞ്ഞുകൊണ്ട് ഈ നാടിന്റെ ഹൃദയസ്പന്ദനങ്ങൾ ഏറ്റുവാങ്ങി നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വിജയം കുറിക്കാൻ പ്രതിജ്ഞാബദ്ധതയോടെയാണ് നാം ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത്. ഈ അവസരത്തിൽ പ്രത്യേകമായി നമ്മൾ ഓർക്കേണ്ടത്, തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പൊതുവെ പറയുന്നത് ജനാധിപത്യത്തിലെ ഉത്സവം എന്നാണ്. ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് തെരഞ്ഞെടുപ്പെങ്കിൽ ഉത്സവം എന്ന വാക്കിന്റെ അർത്ഥതലങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കേണ്ടി വരും. ഭാരതീയമായ വിശ്വാസമനുസരിച്ച് ഉത്സവം എന്ന വാക്ക് നിർവചിക്കപ്പെടുന്നത് ത്രികാലങ്ങളെ കുറിച്ചുള്ള പരിചിന്തനം എന്നാണ്. 3 കാലങ്ങളെ കുറിച്ചുമുള്ള വിലയിരുത്തലാണ് ഉത്സവം എന്ന സന്ദർഭം. മുൻകാലങ്ങളിൽ എന്താണ് നടന്നത്, ഇപ്പോൾ എന്ത് നടക്കുന്നു, നാളെ എന്തായിരിക്കണം ഈ നാട്ടിൽ സംഭവിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തേണ്ട സന്ദർഭത്തെയാണ് ഉത്സവം എന്ന് പറയുക. ഭാരതത്തിൽ ഉത്സവം എന്ന സങ്കല്പത്തെ ആ തരത്തിലാണ് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളത്. ജനാധിപത്യത്തിലെ ഉത്സവമാണ് തെരഞ്ഞെടുപ്പെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനും ഈ പറഞ്ഞ തരത്തിലുള്ള 3 കാലങ്ങളെ കുറിച്ചുള്ള വിലയിരുത്തൽ നമുക്ക് നടത്താൻ സാധിക്കും. ആ 3 കാലങ്ങളെ കുറിച്ച് വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യം ജനങ്ങളോട് പറയുന്നത് മാറാത്തത് മാറും അല്ലെങ്കിൽ മാറ്റും. മാറും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായ തരത്തിൽ അതെങ്ങനെ മാറിക്കോളും എന്നല്ല നമ്മൾ ലക്ഷ്യം വെക്കുന്നത്, മാറ്റും എന്ന് തന്നെയാണ്. മാറാത്തതിനെ എല്ലാം മാറ്റിയെടുക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇതാ ഞങ്ങൾ നിങ്ങളോടൊപ്പം എന്നാണ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ആശയം. അതിന് 3 വ്യത്യസ്ത സന്ദേശങ്ങൾ നമ്മൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകും. വികസിത കേരളം, സുരക്ഷിത കേരളം, വിശ്വാസ സംരക്ഷണം. ഈ 3 കാര്യങ്ങളെ കുറിച്ചും ചിന്തിക്കുമ്പോൾ ഞാൻ പറഞ്ഞ 3 കാലങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. വികസിത കേരളം എന്ന തലത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഈ കൊച്ചു കേരളത്തെ മാറ്റിയെടുക്കണമെങ്കിൽ, നമ്മുടെ പാലക്കാടിനെ മാറ്റിയെടുക്കണമെങ്കിൽ കഴിഞ്ഞ കാലത്ത് എന്താണ് സംഭവിച്ചത് വികസന മേഖലയിൽ എന്ന് പരിശോധിക്കേണ്ടി വരും. തൊട്ടതെല്ലാം പൊന്നാക്കാൻ വേണ്ടി ഇതാ ഒരാൾ അവതരിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് കഴിഞ്ഞ തവണ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു യുവകോമണൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ആ മനുഷ്യൻ കാട്ടിക്കൂട്ടിയ വിക്രയകൾ പാലക്കാടിന് മുഴുവൻ അപമാനം വരുത്തി വെച്ചു. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും മാനഭംഗം ഉണ്ടാക്കുന്ന തരത്തിൽ സ്വയം മാനഭംഗം നടത്തി അഭിരമിച്ചു. പൊതുപ്രവർത്തകരെ സംശയദൃഷ്ടിയോടെ മാത്രം കാണുന്ന ഒരു സാഹചര്യം ഈ പറയുന്ന മനുഷ്യനിലൂടെ ഈ പാലക്കാട് ഉണ്ടായി വന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി വന്നു. ഇത്തരത്തിലുള്ള ആളുകളെയാണോ നമ്മൾ അയക്കേണ്ടത്? കഴിഞ്ഞ കാലത്തെ കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്തുന്നു. വർത്തമാനകാലത്തും ചില്ലറക്കാരൊന്നുമല്ല ഈ കൂട്ടർ എന്നീ അടുത്ത കാലത്ത് പുറത്തു വന്ന കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തിയില്ലേ? അതൊക്കെ കഴിഞ്ഞ കഥകളാണ് എന്ന് ജനങ്ങളോട് അവർ പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങൾ പുറത്താക്കി, പക്ഷെ ഇപ്പോഴും പേരിന് MLA ആണ് നമ്മുടെ പാലക്കാട് MLA. പക്ഷേ അദ്ദേഹത്തെ കണ്ട് ജനങ്ങളുടെ ഒരു പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്താൻ നമുക്ക് കഴിയുന്നില്ല. നാഥനില്ലാത്തവരായി പാലക്കാടുകാർ മാറി. നമുക്ക് ജനപ്രതിനിധി ഇല്ല. സാങ്കേതികമായി ഉണ്ട്, പക്ഷേ പ്രായോഗികമായി ജനപ്രതിനിധി ഇല്ല. വർത്തമാനകാലം അങ്ങനെയാണ്. ഭാവിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്ത് പറയാൻ സാധിക്കും നമുക്ക്? നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ടായിത്തീരേണ്ട പരിവർത്തനത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി സകല വിഭാഗം ജനങ്ങൾ
തെറ്റായ ബോധ്യങ്ങൾ ഉണ്ടാക്കി തെറ്റായ വഴിയിലേക്ക് നാടിനെ നയിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഏറ്റവും ദ്രോഹകരമായ രാജ്യദ്രോഹപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് നമ്മെ എതിരിടാൻ ആളുകൾ വരുന്നത്. അപ്പോൾ നാളെയെക്കുറിച്ച് നമ്മുടെ സങ്കല്പം എന്തായിരിക്കണം? ഈ പശ്ചാത്തലത്തിൽ ഇന്നലെ എന്ത് നടന്നു, ഇന്ന് എന്ത് നടക്കുന്നു, നാളെ എന്ത് നടക്കാൻ പോകുന്നു നമ്മൾ ചിന്തിക്കണം. സുരക്ഷിത കേരളത്തെ കുറിച്ച് നമ്മൾ പറയും. മുൻകാലങ്ങളിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ ജനിച്ചു വളർന്ന ഗ്രാമത്തിൽ രാവിലെ പണിക്ക് പോകുന്ന അമ്മമാര് അവരുടെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയച്ചതിന് ശേഷം പണിക്ക് പോയി കഴിയുമ്പോൾ സ്കൂൾ വിട്ട് കുട്ടികൾ വരുന്ന നേരത്ത് അമ്മമാര് വീട്ടിലെത്തില്ല. തൊട്ടടുത്ത വീട്ടിലെ അപ്പൂപ്പനെയോ അമ്മൂമ്മയെയോ ചൂണ്ടി പറയും, മോനെ മോളെ ഇതാ അപ്പൂപ്പനപ്പുറത്തുണ്ട്, അമ്മ വരാൻ കുറച്ച് വൈകും. നമ്മൾ അപ്പുറത്തെ വീട്ടിലെ അയൽപക്കത്തെ വീട്ടിലെ അപ്പൂപ്പനെ കുട്ടിയെ ഏൽപ്പിച്ച് നമ്മൾ പണിക്ക് പോകും. ഗ്രാമീണരായ പാവപ്പെട്ട അമ്മമാര്. അമ്മ തിരിച്ചു വരുമ്പോഴും കുട്ടികൾ വീട്ടിലെത്തുന്നില്ല. അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ അപ്പൂപ്പനെയോ അമ്മൂമ്മയോ മറ്റാരെങ്കിലെയോ ഏൽപ്പിച്ച് പോകാനുള്ള ധൈര്യം നമുക്ക് ലഭിക്കുന്നില്ല. കുട്ടി വരാൻ വൈകുന്നോറും അമ്മമാരുടെ മനസ്സിൽ തീയാണ്, നെഞ്ചെരിയുകയാണ്. എവിടെ എന്റെ കുട്ടി, എവിടെ എന്റെ മോള്, എന്റെ മോനെവിടെ? പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുന്നത് കേവലം കാൽപ്പനികമായ ഒരു സാഹചര്യത്തെ കുറിച്ചല്ല. നമ്മുടെ വീടുകളിൽ വളർന്നു വരുന്ന നമ്മുടെ കുട്ടികൾക്ക് സുരക്ഷയില്ലാത്ത സാഹചര്യം ഈ കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. 10-17 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു കൊച്ചുകുട്ടിയെയാണല്ലോ അങ്ങ് ഉത്തർപ്രദേശിൽ നിന്ന് കേരളത്തിലേക്ക് പിടിച്ചുകൊണ്ടുവന്നത്. ഈ അടുത്ത കാലത്താണല്ലോ സംഭവിച്ചത്. പ്രയാഗയിൽ കുംഭമേള നടക്കുമ്പോൾ പൂക്കൾ വിറ്റ് നടന്ന ഒരു കൊച്ചു പെൺകുട്ടി, വെള്ളാരം കല്ലിന്റെ നിറമുള്ള കണ്ണുകളോടുകൂടി തുടുത്ത കവിളുള്ള ഒരു സുന്ദരിക്കുട്ടി. നമുക്കെല്ലാം ആ കുട്ടിയോടൊരു വാത്സല്യം തോന്നി. ആ കുട്ടി മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റി. കേരളത്തിലേക്ക് അതിനെ കവർന്നെടുത്തു കൊണ്ടുവന്നു, കല്യാണം നടത്തി. ആരാ കല്യാണം കഴിച്ചത്? ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇന്നലെ ഉച്ച മുതൽ ടെലിവിഷൻ സ്ക്രീനിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസ് പ്രത്യക്ഷപ്പെട്ടു. എന്തായിരുന്നു ബ്രേക്കിംഗ് ന്യൂസ്? ആർ ശ്രീലേഖ വിവാദപരമായ പരാമർശം നടത്തിയിരിക്കുന്നു. എന്താ വിവാദപരമായ പരാമർശം? കേരളത്തിൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു ദുരവസ്ഥ നിലവിലുണ്ട് എന്നവർ പറഞ്ഞു. ചില്ലറക്കാരിയല്ല ശ്രീലേഖ. ദീർഘകാലം നമ്മുടെ പോലീസ് സൈന്യത്തെ നയിച്ച ധീരവനിതയാണ്. അവർക്കിപ്പോഴും പല വിവരങ്ങളും ഒരുപക്ഷെ സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കുന്നതിനേക്കാൾ മാരകമായ വിവരങ്ങൾ അവർക്ക് ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. ആ വിവരങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് ആധികാരികമായി അവർ പറഞ്ഞത്, ഈ ഒരു ദുരവസ്ഥ ഇന്ന് കേരളത്തിലുണ്ട്. ചാടി വീണു മാധ്യമങ്ങൾ, ചാടി വീണു മതേതര മുദ്രാവാക്യം മുഴക്കുന്ന ആളുകൾ. ഇതാ വിവാദമുണ്ടായിരിക്കുന്നു, ഇതാ അപകടം വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നു എന്ന സത്യം അംഗീകരിച്ച് ഇതെല്ലാം വിധിവിഹിതമാണ് എന്ന് കരുതി അടങ്ങി ഒതുങ്ങി ഇരുന്നു കൊള്ളണം എന്ന് ചിന്തിക്കുന്നവരാണ് ഇതൊരു വിവാദമാക്കി മാറ്റുന്നത്. സ്നേഹമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈ കേരളത്തിൽ വരും തലമുറകൾക്ക് സുരക്ഷയോടുകൂടി കഴിയാനുള്ള എന്നതാണ്. നമ്മുടെ 13-14 വയസ്സുള്ള ഹൈസ്കൂൾ ക്ലാസ്സിലെ ആൺകുട്ടികൾ പലരും മയക്കുമരുന്ന് മാഫിയ കുട്ടികളെ മറ്റ് സാൻമാർഗിക മാർഗങ്ങളിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകാനുള്ള പരിശ്രമം നടത്തുന്നു. ഈ സാഹചര്യത്തെ സുരക്ഷിത കേരളം എന്ന് വിളിക്കാൻ കഴിയുമോ? ഇന്നലെകളിൽ ഇന്ന് നാളെ ഇതെന്ത് സംഭവിക്കാൻ പോകുന്നു? പ്രമുഖരായ പലരും ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുന്ന കഥകൾ നമ്മൾ കേൾക്കുന്നു. ഈ സാഹചര്യത്തിൽ സുരക്ഷിത കേരളത്തെക്കുറിച്ച് നമ്മൾ എന്ത് പറയും ജനങ്ങളോട്? നമ്മുടെ ഉള്ളിൽ ബോധ്യം ജനിപ്പിക്കേണ്ടതുണ്ട്. വിശ്വാസ സംരക്ഷണത്തെക്കുറിച്ച് നമ്മൾ പറയും. വിശ്വാസം സംരക്ഷിക്കപ്പെടണം. ഇന്നലെകളിൽ അതുണ്ടായോ? ഇന്നുണ്ടാകുന്നുണ്ടോ? നാളെ ഉണ്ടാകുമോ? ചോദ്യം പ്രസക്തമാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനായിക്കൊള്ളട്ടെ, ഏത് വിപ്ലവ ആശയത്തിന്റെ പ്രചാരകനോ ആയിക്കൊള്ളട്ടെ, വിശ്വാസം എന്ന ബലത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ ബലം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മുടെ വരുമാനത്തിന്റെ നല്ലൊരു വിഹിതം ക്ഷേത്ര സങ്കേതങ്ങളിൽ നമ്മൾ സമർപ്പിക്കുന്നത്. കേരളത്തിലെ ശബരിമല ലോകപ്രസിദ്ധമാണ്. അയ്യന്റെ മുന്നിൽ കൈകൂപ്പി നിന്നുകൊണ്ട് ഇരുമുടി കെട്ടുമായി പടികൾ ചവിട്ടിക്കയറി അയ്യന്റെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട്
നടക്കുന്നത്. ആ വിശ്വാസത്തിന്റെ ബലത്തിലാണ് തന്റെ വരുമാനത്തിന്റെ ഒരു വിഹിതം അയ്യനായി സമർപ്പിക്കുന്നത്. ആ വിഹിതം കുന്നുകൂടുമ്പോഴാണ് ലക്ഷങ്ങളും കോടികളുമായി മാറുന്നത്. ശബരിമലയിൽ നാം സമർപ്പിക്കുന്ന ഓരോ ചില്ലിക്കാശും ശബരിമല അയ്യപ്പന്റെ സ്വന്തമായി തീരുന്നത്. ആ സ്വത്ത് സ്വർണത്തിന്റെ രൂപത്തിൽ ശ്രീകോവിൽ സ്വർണം പൂശുന്നു, കൊടിമരം സ്വർണം പൂശുന്നു, 18-ാം പടി സ്വർണ്ണപ്പാളികൾ കൊണ്ട് പൊതിയുന്നു. പക്ഷെ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ സ്വർണ്ണപ്പാളികൾ കട്ടെടുത്തു കൊണ്ടുപോവുകയാണ്. തെരുവിൽ മോഷണം നടത്തി ജീവിക്കുന്ന സാധാരണ കള്ളന്മാരല്ല, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സംസ്ഥാന ഭാരവാഹികൾ, കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം, MLA ആയിരുന്ന ആള്, ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ, ഇവരൊക്കെ ഈ കൊള്ളയ്ക്ക് ആയുധമായി മാറുകയാണ്, അല്ലെങ്കിൽ സ്വയം ആ കൊള്ള നടത്തുന്നവരായി മാറുകയാണ്. നമുക്കൊരക്ഷരം ഉരിയാടാൻ കഴിയുന്നില്ല, ശബ്ദിക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മുടെ ശബ്ദം അടക്കി ഒതുക്കി വെക്കാനുള്ള പരിശ്രമം നടത്തുകയാണ്. കാരണം എന്താണ്? ഇതൊക്കെ പറയുന്നവർ ഫാസിസ്റ്റുകളും വർഗീയവാദികളാണ്. ശോഭാ സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തി ഈ പ്രശ്നത്തെ ജനസമക്ഷത്തിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കുമ്പോൾ മാധ്യമങ്ങൾ ചോദിക്കും, നിങ്ങൾ വർഗീയത പറയുകയല്ലേ, നിങ്ങൾ ഫാസിസ്റ്റുകളല്ലേ? നമ്മുടെ നാട്ടിൽ ഇത്തരം വിഷയങ്ങളുണ്ട് എന്ന് പരസ്യമായി ശ്രീലേഖ പറയുമ്പോൾ അവർ ഫാസിസത്തിന്റെ വക്താവായി മാറുന്നു. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രനെ വിജയിപ്പിക്കാൻ വേണ്ടി നമ്മുടെ പ്രവർത്തകർ അഹോരാത്രം പണിയെടുക്കുമ്പോൾ സുരേന്ദ്രൻ ജയിക്കാൻ പാടില്ല എന്ന മുദ്രാവാക്യം ഉയരുന്നു. സുരേന്ദ്രൻ ഫാസിസ്റ്റാണ്, വർഗീയവാദിയാണ്, മുസ്ലിം വിരുദ്ധനാണ്. നമ്മുടെ നേമത്ത് പാർട്ടിയുടെ സമാരാധ്യനായ അധ്യക്ഷൻ മത്സരിക്കുമ്പോൾ അദ്ദേഹം ജയിക്കരുത്, കാരണം അദ്ദേഹം ഫാസിസ്റ്റാണ്. കേരളത്തിൽ, ദേശീയ കേരളത്തിൽ നമ്മുടെ ദേശീയ ദർശനങ്ങളുമായി ഈ നാട്ടിലെ ജനങ്ങളെ ബന്ധിപ്പിക്കുന്ന ഉജ്ജ്വലമായ ആശയങ്ങൾ പിറവിയെടുത്ത ഈ മണ്ണിൽ, ശ്രീനാരായണ ഗുരുവിന്റെ മണ്ണിൽ, അയ്യങ്കാളിയുടെ മണ്ണിൽ നമ്മുടെ ആദർശത്തിന്റെ ആവിഷ്കാരം നടപ്പാക്കില്ല, അതിന് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന വാശിയോടുകൂടി ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ ഏതോ കാൽപ്പനിക ലോകത്തേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ രണ്ട് മുന്നണികളും എന്ന് ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഈ സാഹചര്യത്തെ ഏറ്റെടുക്കേണ്ടവരാരാണ്? എത്ര കാലമായി അധിക്ഷേപം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നാടിന്റെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്കതിന് യോഗ്യതയില്ല എന്ന് ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് നമ്മെ മുഴുവൻ ഒരുതരം, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ, ഏഴാംകുലികളായി ചിത്രീകരിക്കുന്ന അധിക്ഷേപം എത്ര നാളായി നമ്മൾ അനുഭവിക്കുന്നു. ഇനി ഇത് അനുവദിച്ചു കൊടുക്കണമോ എന്നാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. നമ്മുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്. ഈ പടപ്പുറപ്പാടിൽ നമ്മുടെ പ്രതിയോഗികൾ നിലംപരിശാക്കാനുള്ള ആയുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അത് കൊല്ലപ്പണിക്കാരന്റെ ആരയിൽ മൂർച്ച കൂട്ടിയ വാളും മറ്റു കാര്യങ്ങളും ഒന്നുമല്ല. നമ്മുടെ നാടിന്ന് നയിച്ചുകൊണ്ടിരിക്കുന്ന ആരാധ്യനായ നരേന്ദ്രമോദിജി ലോകത്തെവിടെ ചെന്നാലും ആ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതി തേടിയെത്തുന്ന ഒരേ ഒരു ഭരണാധികാരി മാത്രമേ ഇന്ന് ലോകത്തുള്ളൂ. ആ ഭരണാധികാരി നമ്മുടെ മുമ്പിൽ അനേകം മാതൃകകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മൾ പ്രശ്നത്തെ കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്, കേരളത്തിൽ എല്ലാം പ്രശ്നമാണ് എന്ന് മാത്രമല്ല നമ്മൾ പറയുന്നത്. ആ പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, ഞങ്ങളുടെ കൈകളിലുണ്ട് എന്ന് ജനങ്ങളോട് നമ്മൾ പറയുകയാണ്. ഈ നാട്ടിലെ പ്രശ്നങ്ങൾ ഒരൊറ്റ ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാം. ഞാനിപ്പോ ഇന്ന് രാവിലെ പാർട്ടി ഓഫീസിൽ വന്നപ്പോ ഇവിടെ കാർഷിക മേഖലയിൽ കാര്യമായ സംഭാവന നൽകി ഗവേഷണമൊക്കെ നടത്തുന്ന ഒരാൾ വന്നെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ കയ്യിൽ കുറെ രേഖകൾ ഉണ്ടായിരുന്നു. ഞാൻ ശോഭാജിയുടെ ശ്രദ്ധയിൽ കൂടി അത് പെടുത്തുകയാണ്. അദ്ദേഹം പറയുകയാണ്, 2400 കോടി രൂപ ഈ പാലക്കാടൻ മേഖലയുടെ കാർഷികാഭിവൃദ്ധിക്ക് വേണ്ടി ലോകബാങ്കിന്റെ സഹായത്തോടെ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്, ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. ആ നിർദ്ദേശം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന്, ലോകബാങ്കും നബാർഡ് പോലുള്ള സ്ഥാപനങ്ങളിലൂടെയൊക്കെ. ആ നിർദ്ദേശത്തിന്റെ 2400 കോടി രൂപ മതിപ്പ് വരുന്ന ആ നിർദ്ദേശത്തിന്റെ നടപ്പിലാക്കാനുള്ള ചുമതല നമ്മുടെ സംസ്ഥാന സർക്കാരിനാണ്. സംസ്ഥാന സർക്കാർ ഈ 2400 കോടി രൂപ എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യാൻ പോകുന്നു, എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്ത് ചെയ്തു?
അദ്ദേഹം സമയക്കുറവ് മൂലം എനിക്ക് വിശദമായി സംസാരിക്കാൻ സാധിച്ചില്ല. പക്ഷേ മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, ഈ 2400 കോടി രൂപയുടെ ഏതാണ്ട് 10% ഇതിനകം ചെലവാക്കി കഴിഞ്ഞു. നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ കാര്യം? 10% വരുന്ന 240 കോടി രൂപ ഇതിനകം ചെലവഴിച്ചു കഴിഞ്ഞു. 2024 ഫെബ്രുവരി മാസത്തിലാണ് ഈ പ്രപ്പോസൽ, ഈ പ്രോജക്റ്റ് വന്നത്. അതിന്റെ 10% ചെലവാക്കി കഴിഞ്ഞു. എവിടെയെങ്കിലും ഇവിടെ എത്ര കർഷകന്മാരുണ്ടാവും? നെൽകർഷകന്മാർക്ക് അവരുടെ കുടിശ്ശിക കിട്ടിയോ? ഈ 240 കോടി എങ്ങോട്ട് പോയി? നമ്മൾ അന്വേഷിക്കണം, നമ്മൾ ചോദിക്കണം, ഈ ഭരണകൂടത്തോട് ചോദിക്കണം. നമ്മുടെ മുമ്പിൽ വരുന്ന വോട്ട് തരണം എന്ന് അഭ്യർത്ഥിച്ച് വരുന്നവരോട് നമ്മൾ ചോദിക്കണം, നിങ്ങൾ എന്ത് ചെയ്തു ഈ പണം? ആർക്ക് കൊടുത്തു ഈ പണം? എവിടെ കൊണ്ട് ചെലവാക്കി നിങ്ങൾ ഈ പണം? നമ്മൾ അവരോട് ചോദിക്കണം. ആ ചോദ്യം നമ്മളിൽ നിന്ന് ഉയരുമ്പോൾ മാത്രമാണ് ഇവർ ഒന്ന് പതുങ്ങുകയുള്ളൂ. കാരണം ഉത്തരവില്ല. എങ്ങനെ ചെലവാക്കി എന്ന് അവർക്ക് പറയാൻ കഴിയുന്നില്ല, എത്ര ചെലവാക്കി എന്ന് പറയാൻ കഴിയുന്നില്ല. ഇപ്പൊ നമ്മൾ കണ്ടു, കഴിഞ്ഞ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു സ്ഥിതിവിവര കണക്ക് കൂടി എന്നെ കാണിച്ചു. 2018 വരെ 1 കിലോ നെല്ലിന്റെ വില, സംഭരണ വില, സംസ്ഥാന സർക്കാരും കേന്ദ്രവിഹിതവുമുണ്ട്. കേന്ദ്രവിഹിതമാണ് കൂടുതൽ. ഓരോ വർഷവും കേന്ദ്രവിഹിതം കൂട്ടിക്കൊണ്ടേയിരുന്നു. എന്നാൽ അതേ സമയത്ത് ഓരോ വർഷവും കേന്ദ്രം തറവില നിശ്ചയിച്ച്, സംഭരണ വില നിശ്ചയിച്ച് കൂട്ടിക്കൊണ്ടേയിരിക്കുമ്പോൾ സംസ്ഥാനത്തിന് കുറച്ചുകൊണ്ടേയിരിക്കുകയാണ്. 2018 8 രൂപ 80 പൈസ സംസ്ഥാന സർക്കാരിന്റെ വിഹിതമായി കൊടുത്തിരുന്നത്. ഇന്നത് 6 രൂപ 30 പൈസയാണ്. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് 17 രൂപ നിശ്ചയിച്ച് പിന്നീട് ഇങ്ങോട്ടുള്ള ഓരോ വർഷങ്ങളിലും വർദ്ധിപ്പിച്ചപ്പോ ഇപ്പോ കേന്ദ്ര സർക്കാർ നൽകുന്ന വിഹിതം 30 രൂപയോ മറ്റുമാണ്. സംസ്ഥാന സർക്കാർ കുറച്ചുകൊണ്ടേയിരിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ മാതൃക. നമ്മുടെ നാട്ടിലെ കർഷകന്റെ ഉദ്ധാരണത്തിനു വേണ്ടി ഓരോ വർഷവും ആനുകാലികമായി തുക വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ആ വർധനവ് ചൂഷണം ചെയ്യാൻ വേണ്ടി മൊത്തത്തിൽ കർഷകന്റെ മുമ്പിൽ വില കൂടുന്നതായിട്ട് അവർക്ക് കാണാം. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം കുറഞ്ഞു വരികയാണ്. ഈ സാഹചര്യം ഇതൊരു വഞ്ചനയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കേന്ദ്ര സർക്കാർ കർഷകരോടൊപ്പം നിൽക്കുമ്പോൾ കേരളം കർഷകർക്കെതിരെ ചിന്തിക്കുന്നു. അവരുടെ ദൈനംദിന ജീവിതം നരകതുല്യമാക്കാൻ വേണ്ടിയുള്ള പശ്ചാത്തലം ഒരുക്കുന്നു. ഈ യാഥാർത്ഥ്യം നമ്മൾ കാണണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ നാട്ടിലെ പ്രശ്നങ്ങളെ കുറിച്ച് ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അതിനുള്ള പരിഹാരം നമ്മുടെ മുമ്പിലുണ്ട്. അത് ഈ സമീപനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 6000 രൂപ നമ്മുടെ നാട്ടിലെ കർഷകന് എല്ലാ വർഷവും നരേന്ദ്രമോദി ഗവൺമെന്റ് മേലനങ്ങാതെ, ഒന്നും നമ്മൾ ചെയ്യേണ്ടതില്ല, നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ അത് വന്നുകൊണ്ടേയിരിക്കും. 6000 രൂപ എന്തിനു മതി എന്നൊരു ചോദ്യമുണ്ടും ഉണ്ടാകും. പൊതുവെ സാധാരണ ആളുകൾ ചോദിക്കും, നമ്മുടെ എതിരാളികൾ. പക്ഷെ നമുക്ക് പറയാൻ കഴിയണം, ഒന്നുമില്ലാതിരുന്ന സാഹചര്യത്തിൽ പ്രായം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ, ചുമച്ച് ജീവിതം നരകതുല്യമാകുമ്പോൾ അടുത്ത ആയുർവേദക്കടയിൽ പോയി ഒരു കുപ്പി അരിഷ്ടം വാങ്ങാൻ മറ്റാരുടെ മുമ്പിലും ഈ കർഷക സഹോദരൻ കൈനീട്ടേണ്ടതില്ല. സ്വന്തം പേരക്കുട്ടിയുടെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ മുത്തച്ഛ എന്ന് വിളിച്ച് അടുത്തേക്ക് വരുമ്പോൾ ഒരു കുഞ്ഞുടുപ്പ് സമ്മാനമായി നൽകാൻ ഈ കർഷകന് മറ്റാരെയും ആശ്രയിക്കേണ്ടതില്ല. ഈ രീതിയിൽ തണുപ്പുകാലത്ത് വിറച്ച് കിടക്കുമ്പോൾ ഒരു കമ്പിളിപ്പുറത്ത് പുതിയതായിരുന്നു വാങ്ങി പുതയ്ക്കാൻ നമ്മുടെ കർഷകന്മാർക്ക് മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ട കാര്യമില്ല. ആരാണ് തണലേകിയത്? നമ്മുടെ മോദി സർക്കാർ, നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഈ നാട്ടിലെ കോടിക്കണക്കിന് കർഷകന്മാർക്ക് തണലൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. വീടില്ലാത്ത അനേകായിരങ്ങൾ, കോടികൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. വീടില്ലാത്തവർക്ക് വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമ്മുടെ പ്രധാനമന്ത്രി ആവാസ് യോജന, വസതി ഗൃഹ നിർമ്മാണ പദ്ധതി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കി. കേരളത്തിൽ എന്താ സാഹചര്യം? ഗ്രാമീണ മേഖലയിൽ അത് ലഭിക്കുന്നില്ല. എന്തുകൊണ്ട്? കേരള ഗവൺമെന്റ് നൽകേണ്ട വിഹിതം നൽകുന്നില്ല. കേന്ദ്രം നൽകുന്നത് നമുക്ക് ലഭിക്കുന്നു, കേരളം അത് നൽകുന്നില്ല. എന്താ പ്രചാരണം? കേരളം എല്ലാ വാഗ്ദാനങ്ങളും പരിഹരിച്ചു, അത് വാഗ്ദാനങ്ങളൊക്കെ നിർവഹിച്ചു. ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത് നടപ്പിലാക്കും. നിങ്ങൾക്കറിയാമോ, മുഖ്യമന്ത്രിയുടെ മണ്ഡലം ധർമ്മടം മണ്ഡലത്തിൽ നമ്മുടെ നേതൃത്വത്തിൽ
പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു അദാലത്ത് സംഘടിപ്പിച്ചു. വിഷമം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അവരുടെ പരാതി പറയാനുള്ള ഒരു വേദി ഒരുക്കി കൊടുത്തു. ഏതാണ്ട് 1000-2000 പേര് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ അവിടെ ഒഴുകിയെത്തിയത് 4000-ത്തിലധികം ആളുകളാണെന്ന് നമ്മൾ ഓർക്കണം. ഒരു മണ്ഡലത്തിൽ 4000 പേര് പരാതിയുമായി വരുന്നു. 3800 ചില്ലുവാനും പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നു. ആ പരാതി കേൾക്കാൻ നമ്മുടെ സംസ്ഥാന അധ്യക്ഷനുണ്ടായിരുന്നു, കേന്ദ്രമന്ത്രി ശോഭാ കരന്തലജെ ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. 20 കൗണ്ടറുകളിലാണ് നമ്മുടെ പ്രവർത്തകന്മാരിരുന്നത് പരാതി സ്വീകരിക്കാൻ. ഉച്ചയോടുകൂടി തീരുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ വൈകുന്നേരം 3 മണി വരെ അദാലത്ത് നീണ്ടു. 3 മണിക്ക് ശേഷവും ആളുകൾ വന്നു. തൊട്ടടുത്ത കടയിൽ പരിചയക്കാർക്ക് പരാതി കൊടുത്തിട്ട് അവർ പോയി, ഇത് BJP-ക്കാരുടെ കൈകളിൽ എത്തിക്കണം. എന്താ പ്രചരണം? എല്ലാ വാഗ്ദാനങ്ങളും പരിഹരിച്ചു. എല്ലാ വാഗ്ദാനങ്ങളും പരിഹരിച്ചുവെങ്കിൽ, എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരമായെങ്കിൽ, ഒരു മണ്ഡലത്തിൽ മാത്രം എങ്ങനെയാണ് 3800 പരാതികൾ ഉണ്ടാവുന്നത്? എന്തൊക്കെയാ പരാതികൾ? ചികിത്സാ സൗകര്യമില്ല, റോഡ് സൗകര്യമില്ല, കുടിവെള്ളം കിട്ടുന്നില്ല, ശുദ്ധജലമില്ല, കൃഷി നഷ്ടത്തിലാണ്, ആശുപത്രിയിൽ പോകാനുള്ള സംവിധാനങ്ങളില്ല, മാറാ രോഗങ്ങൾ പിടികൂടിയ ആളുകൾ. എത്രയെത്ര പരാതികളാണ്! ഇതാണോ നമ്പർ 1 കേരളം എന്ന് ചോദിക്കാൻ നമുക്ക് കഴിയണം. സ്നേഹമുള്ളവരെ, ഒരു മണ്ഡലത്തിൽ ഇതാണ് അവസ്ഥയെങ്കിൽ മുഴുവൻ കേരളത്തിൽ നമ്മൾ സംഘടിപ്പിച്ചു എന്ന് വെക്കുക. ലക്ഷക്കണക്കിന് ആളുകൾ പരാതിയുമായി നമ്മെ തേടി വരും. അവർക്കറിയാം കേരളത്തിലെ ഭരണകക്ഷിയല്ല BJP. കേരള ഗവൺമെന്റിൽ ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല. പക്ഷേ എന്നാലും ഒരു പ്രതീക്ഷയോടുകൂടി അവർ വരുന്നു. എന്തുകൊണ്ട്? ഇതെല്ലാം കാണാൻ, എല്ലാം പരിഹരിക്കാൻ കഴിയുന്ന മനസ്സുള്ള ഒരാൾ ഇന്ന് നമ്മുടെ രാജ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയുടെ തണൽ ഞങ്ങൾക്കും ലഭിക്കും എന്നവർക്ക് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയാണ് പ്രിയപ്പെട്ടവരെ നമ്മളുടെ പ്രതിബദ്ധതയായി മാറ്റേണ്ടത്. ജനങ്ങളുടെ പ്രതീക്ഷ നമ്മുടെ പ്രതിബദ്ധത. ഈ കാഴ്ചപ്പാടോടുകൂടി ജനങ്ങളെ നമുക്ക് സമീപിക്കാമെങ്കിൽ യാതൊരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ കഴിയും, സമരവീഥികളിലൂടെ പദം വെച്ചു വന്ന ഒരു കൊച്ചു പെൺകുട്ടി, നമ്മുടെ പ്രിയപ്പെട്ട ശോഭ ചേച്ചി, നാളെ നിയമസഭയിലെ ഗർജിക്കുന്ന സിംഹമായി മാറും. ഒരു കൊച്ചു പെൺകുട്ടി എന്ന് പറയാൻ കാരണമുണ്ട്. ഞാൻ ശോഭാജിയെ പരിചയപ്പെടുന്നത്, എനിക്ക് അപകടം സംഭവിച്ച ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് നേരെ പോയത് തൃശ്ശൂരിൽ പേരാമംഗലം സ്കൂളിൽ നടക്കുന്ന സംഘശിബിരത്തിലേക്കാണ്. അന്ന് ആ ശിബിരത്തിൽ എന്നെ കാണാൻ വന്നു ഒരു പച്ച നിറത്തിലുള്ള കുപ്പായവും പച്ച പാവാടയും ഇട്ടൊരു കൊച്ചു പെൺകുട്ടി. പേര് ചോദിച്ചപ്പോ ശോഭ എന്ന് പറഞ്ഞു. പിന്നീട് എന്റെ അടുത്തിരുന്ന് കുറേ നേരം ഒന്നും സംസാരിച്ചില്ല. കുറേ നേരം എന്നെ നോക്കിയിരുന്നു. ആ കണ്ണുകളിൽ സഹതാപത്തിന്റെ, അനുകമ്പയുടെ, ആർദ്രതയുടെ തിളക്കമാണ് ഞാൻ കണ്ടത്. അപ്പൊ കഷ്ടപ്പെടുന്ന നമ്മുടെ പ്രസ്ഥാനത്തിനു വേണ്ടി എല്ലാം സഹിക്കാൻ തയ്യാറുള്ള സഹോദരങ്ങളോട് എത്ര അനുതാപത്തോടെയാണ് ആ കൊച്ചുമിടുക്കി പെരുമാറിയത് എന്ന് ഞാൻ ചിന്തിച്ചു. അവിടെ ശിബിരം നടക്കുന്ന 10-20 ദിവസം അവിടെ കഴിയുന്നതിനിടയിൽ ഒരു 10-12 തവണയെങ്കിലും എന്നെ കാണാൻ വന്നിട്ടുണ്ട് നമ്മുടെ ശോഭാജി. ക്യാമ്പ് കഴിഞ്ഞ് തിരിച്ച് ഞാൻ നാട്ടിലേക്ക് പോയപ്പോ ഒരു മാസത്തിൽ 1 തവണയെങ്കിലും എനിക്ക് കത്തയക്കും. മാഷിക്ക് സുഖന്റെ കാലുവേദനയുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ജനങ്ങളുടെ വേദന എന്താണെന്ന് അറിയുന്ന, ജനങ്ങളുടെ ദുരിതം എന്താണെന്ന് തൊട്ടറിയുന്ന, ആ ദുരിതത്തോട് സംവദിക്കാൻ കഴിയുന്ന, ആ വേദനയിൽ വാക്കുകൊണ്ടെങ്കിലും ഒരു സാന്ത്വനമായി തീരാൻ കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകയായിട്ടാണ് പിന്നീട് ശോഭാ സുരേന്ദ്രനെ നമ്മൾ കാണുന്നത്. അന്നൊരു കൊച്ചു ശോഭയായിരുന്നെങ്കിൽ പിന്നീട് ശോഭാ സുരേന്ദ്രനായി. കേരളം അറിയുന്ന ഒരു നേതാവായി. കേരളം ഒരുപക്ഷെ നമ്മുടെ പൊതുപ്രവർത്തന രംഗത്തുള്ള മഹിളാ പ്രവർത്തകരെ മുഴുവൻ എടുത്തു വെച്ചാൽ 1-ാം സ്ഥാനത്ത് വരുന്ന പേരിന്റെ ഉടമയായി നമ്മുടെ പ്രിയപ്പെട്ട ശോഭ ചേച്ചി മാറിക്കൊണ്ട്. ഇങ്ങനെയുള്ള ഒരാൾ, നാടിനെ അറിയുന്ന ഒരാൾ, നാട്ടുകാരെ അറിയുന്ന ഒരാൾ, നാട്ടുകാരുടെ വേദന അറിയുന്ന ആൾ, നാട്ടുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമരമുഖത്ത് തീ തുപ്പുന്ന തീപ്പൊരിയായി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരാൾ പാലക്കാടിന്റെ MLA ആകുന്നു എന്ന് പറയുമ്പോൾ ആ അഭിമാനം നമുക്ക് മാത്രമുള്ളതല്ല, ഈ പാലക്കാടിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഉള്ളതാണ്, ഈ കേരളത്തിന് മുഴുവനും ഉള്ളതാണ്. അതിനുള്ള സാഹചര്യം നിങ്ങൾ ഒരുക്കണം എന്നാണ് എനിക്ക് ആകെ കൂടി പറയാനുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാടിന്റെ സമുജ്വലമായ ഭാവി രൂപപ്പെടുത്താൻ, ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും അകറ്റിയെടുക്കാൻ നമ്മുടെ ഈ കേരളവും
ദേശീയ പ്രസ്ഥാനങ്ങളുടെ വിളഭൂമിയാക്കി മാറ്റിയെടുക്കാൻ പ്രിയപ്പെട്ടവരെ ദശാബ്ദങ്ങളായി നാം ത്യാഗപൂർണമായി പ്രവർത്തിക്കുകയാണ്. ആ ത്യാഗസന്നദ്ധതയുടെ സഫല പരിവർത്തനം എന്ന നിലയിൽ, ഏറ്റവും ഉജ്ജ്വലമായ ആവിഷ്കാരം എന്ന നിലയിൽ നമ്മുടെ ഈ മണ്ഡലത്തിൽ നിന്ന് നമുക്കൊരു MLA, അത് കേവലം ഒരു MLA എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച തരത്തിൽ എന്നുമെന്നും ഈ നാടിന്റെ സ്പന്ദനത്തോടൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പൊതുപ്രവർത്തകയെ, ശോഭാജിയെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഒരാളെ ഇരുത്തി ഇങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഉൾത്തടങ്ങളിലാണ് ശോഭ ചേച്ചിയെങ്കിൽ ജനസമക്ഷത്തിൽ അവരുടെ മുന്നിലെ സമരനായികയാണ് ശോഭ സുരേന്ദ്രൻ. അവരുടെ മുന്നിൽ അവർക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ജനപ്രതിനിധിയായി വിജയപ്രദമായി നമ്മെ നയിക്കാൻ ശോഭാജിക്ക് കഴിയും എന്ന പൂർണ്ണ വിശ്വാസം ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് മത്സരിച്ച ഇടങ്ങളിലെല്ലാം 10,000-കണക്കിന് ആളുകൾ കൂടുതലായി നമ്മുടെ പ്രസ്ഥാനത്തിന് പുറമേ നിന്നുകൊണ്ട് പോലും അവർ സ്വീകരിക്കാൻ സന്നദ്ധയാകുന്നത്. ആ സന്നദ്ധതയുടെ ഫലപ്രാപ്തി സ്നേഹമുള്ളവരെ നിങ്ങളായിട്ടുണ്ടാക്കണം. നിങ്ങൾക്കതിന് കഴിയും. നമ്മുടെ പ്രദേശങ്ങളിൽ, നമ്മുടെ ബൂത്തുകളിൽ നമ്മൾ ചുമതല വഹിക്കുന്നത് മണ്ഡലത്തിൻ്റെതാണെങ്കിൽ ആ മണ്ഡലത്തിൽ, ഏരിയ കമ്മിറ്റിയുടെ പ്രവർത്തകരാണെങ്കിൽ ആ ഏരിയയിൽ, ബൂത്ത് കമ്മിറ്റി പ്രവർത്തകരാണെങ്കിൽ ആ ബൂത്തിൽ നാം പ്രവർത്തിക്കണം. മോർച്ചകളുണ്ട്. മഹിളാ മോർച്ചയുടെ ചുമതലയാണ് പ്രിയ സഹോദരിക്കുള്ളതെങ്കിൽ മഹിളാ മോർച്ചയിലൂടെ, കർഷക മോർച്ചയുടെ ചുമതലയാണെങ്കിൽ കർഷക മോർച്ചയിലൂടെ, യുവാക്കൾക്കിടയിൽ യുവമോർച്ചയിലൂടെ, നമ്മുടെ വ്യത്യസ്തമായ മോർച്ചകളിലൂടെ നമ്മുടെ ഘടകകക്ഷികളുണ്ട് നമുക്ക് ചുറ്റും. അവരുടെ മേഖലകളിൽ നാം പടർന്നു കയറണം. ഇനി നമുക്ക് ദിവസങ്ങളില്ല, ഇനി നമുക്ക് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. മണിക്കൂറുമില്ല, നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഓരോ നിമിഷവും പരമപ്രധാനമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ചെറിയ ഒരു നിസ്സംഗത പോലും നമ്മുടെ തിളക്കമാർന്ന വിജയത്തിന് മാറ്റുകുറയ്ക്കും എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടി ഏറ്റവും തിളക്കമാർന്ന ഒരു വിജയം കൈവരിക്കാൻ നമ്മുടെ ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയണം. ഇനിയുള്ള നിമിഷം അത് മാത്രം ഉപയോഗിച്ചാൽ മതി. ഇതുവരെയുള്ളതൊക്കെ പോകട്ടെ. ഇനിയുള്ള 4 നാളുകൾ, അതിൽ വരുന്ന നിമിഷങ്ങൾ, അതിലൂടെ നമുക്ക് ലഭ്യമാകുന്ന മണിക്കൂറുകൾ നമ്മുടെ കർമ്മക്ഷേത്രത്തിൽ നമ്മുടെ വിജയത്തിനായി വിനിയോഗിക്കുക. ഒരാൾ പോലും നമ്മുടെ പ്രവർത്തനത്തിൽ ഇല്ലാതെ പോകരുത്. അതുകൊണ്ട് അവസാനത്തെ പ്രവർത്തകനെയും, അവസാനത്തെ പാർട്ടി ബന്ധുവിനെയും, അവസാനത്തെ സംഘബന്ധുവിനെയും നമ്മുടെ ഈ പടയോട്ടത്തിന്റെ ഭാഗമാക്കി മാറ്റി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ വിജയം ലോകമെമ്പാടും ശ്രദ്ധിക്കുന്നതായി മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് നമ്മൾ ഓർക്കണം. ലോകം മുഴുവൻ പാലക്കാടേക്ക് ദൃഷ്ടി വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ തൃശ്ശൂരിൽ പോയിരുന്നു. തൃശ്ശൂരിൽ ഇരിക്കുമ്പോഴും എനിക്ക് വന്ന ഫോൺ കോളുകൾ, എങ്ങനെയുണ്ട് മാഷെ കാര്യങ്ങൾ, ഞാനിപ്പോ തൃശ്ശൂരിലാണ് ഉള്ളത്, തൃശ്ശൂർ എങ്ങനെയുണ്ട്? അടുത്ത ചോദ്യം പാലക്കാടിനെ കുറിച്ചാണ്. കാരണം ഇവിടെയുള്ള പ്രവർത്തകരെ കുറിച്ച്, പാലക്കാട് ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടി കർമ്മധീരതയോടെ പ്രവർത്തിക്കുന്ന ത്യാഗികളായ പ്രവർത്തകരെ കുറിച്ച് അവർക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ പൂവണിയിക്കുന്ന തരത്തിലുള്ള ഉജ്ജ്വലമായ ഒരു വിജയം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രതിബിംബമായ ശോഭ ചേച്ചിക്ക് നിങ്ങൾ എല്ലാവരും നൽകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ വന്നു ചേർന്ന, നമുക്കറിയാം ഈ ഒരു സമയം നമ്മെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രധാനപ്പെട്ടതാണ്. നമ്മളിങ്ങനെ പ്രസംഗിച്ചും കുറേയധികം സിദ്ധാന്തങ്ങൾ പറഞ്ഞും ചെലവഴിക്കേണ്ട സമയമല്ല, നമുക്ക് പ്രവർത്തിക്കേണ്ട സമയമാണ്. ആ സമയം നമ്മളിവിടെ ഒരുമിച്ച് വന്നു. നമ്മുടെ ഐക്യദാർഢ്യം നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി, നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നമ്മളിവിടെ പ്രകടമാക്കി. ഇനി തിരിച്ചു പോയാൽ അടുത്ത നിമിഷം മുതൽ കൂടുതൽ കർമ്മനിരതരായി നമ്മൾ രംഗത്തുണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒറ്റ കാര്യം കൂടി, മഹേഷ് ഇരിക്കുന്നു, നമ്മുടെ മഹേഷ് ഇരിക്കുന്നു. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ കുറേയധികം കാര്യങ്ങളുണ്ട്. ഇന്നലെ തൃശ്ശൂരിൽ ചെന്നപ്പോൾ നാട്ടികയിൽ അവിടെ മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള MLA അവിടെയുണ്ട്. നാസിക്കിലെ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് അവിടെയുണ്ട്. 1.5 മാസമായിട്ട് അദ്ദേഹം ഇവിടെയുണ്ട്. അവർ സ്വന്തം മണ്ഡലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റാളുകളെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ വിജയത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മഹേഷ്ജി ഹുബ്ബിയിൽ ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം അവിടെയുള്ള മറ്റാളുകളെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മെ നയിക്കാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരുപാട് ആളുകൾ മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട് മോദിജി നേരിട്ട് തന്നെ നമ്മെ ആശീർവദിക്കാൻ എത്തി.
ഇനിയും ഒരുപാട് പേര് വരാനിരിക്കുന്നു. ഇവരെല്ലാം നമ്മളിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു. ആ പ്രതീക്ഷ പൂവണിയേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് എന്നുകൂടി മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പിരിയാൻ സാധിക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം. ഭാരത് മാതാ കീ. അടുത്തതായി നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള സ്ഥാനാർത്ഥി ശോഭശിശി ശിവൻ. നമ്മുടെ ഈ വേദിയിൽ നമ്മളോടൊപ്പം ഇത്രയും സമയം തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഭാഗമായി പങ്കെടുത്ത് സംസാരിച്ച നമ്മുടെ ഏവരുടെയും ഹൃദയവികാരമായിട്ടുള്ള കണ്ണൂരിൽ അക്രമ രാഷ്ട്രീയത്താൽ സ്വന്തം ജീവിതം തന്നെ നഷ്ടപ്പെടുമായിരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മുഖമായി മാറിയ ഇന്നത്തെ രാജ്യസഭാ MP ആരാധനായിട്ടുള്ള സദാനന്ദൻ മാസ്റ്റർ, ഈ വേദിയിൽ നമ്മളോടൊപ്പമുള്ള ഈ നിയോജകമണ്ഡലത്തിന്റെ ചുമതല നോക്കാൻ കർണാടകയിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട മഹേഷ് ജി, പാലക്കാടിന് ഭാരതീയ ജനതാ പാർട്ടിക്ക് വഴങ്ങും എന്ന് നമ്മുടെ ഇടയിൽ ഓരോ ബൂത്ത് തലത്തിലും നടന്ന് പ്രവർത്തിച്ച് ഞാൻ പാലക്കാടിനെ ഉയർത്തും എന്ന് തീരുമാനിച്ച് എനിക്ക് മുൻപേ ഈ പാലക്കാടിന്റെ നിയോജകമണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന അറിയപ്പെടുന്ന ഒരു വ്യവസായ പ്രമുഖൻ മഹാരാഷ്ട്രയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നതിനിടയിൽ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ പാലക്കാടിന്റെ മണ്ണിന് ഈ സമൂഹത്തിന് പരിചയപ്പെടുത്തണം എന്നാഗ്രഹിച്ചുകൊണ്ട് മുൻപ് സ്ഥാനാർത്ഥിയായിട്ട് വന്ന ശ്രീ ഉദയഭാസ്കർ, ഈ ജില്ലയിൽ അമരൻ ശ്രീമാൻ പ്രശാന്ത് ശിവൻ, ആരാധനായിട്ടുള്ള ഏത് അസംബ്ലി മണ്ഡലത്തിൽ ഏത് കൗൺസിലർ സീറ്റിൽ മത്സരിച്ചാലും അവിടെ വിജയത്തിന്റെ വെന്നിക്കൊടി പാലിച്ചുകൊണ്ട് എവിടെ വേണമെങ്കിലും നിങ്ങൾ സീറ്റ് കൊടുത്തോളൂ. രണ്ടുപേർ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട്. അതൊന്ന് ശ്രീമാൻ ശിവരാജനാണ്, മറ്റൊന്ന് ശ്രീമതി പ്രമീള ശശിധരനാണ്. കഴിഞ്ഞ 25 വർഷവും 30 വർഷത്തിലധികമായി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കരുത്തു തെളിയിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന 25 വർഷത്തിലധികമായി മുനിസിപ്പൽ കൗൺസിലറായിരുന്ന നമ്മുടെ ആരാധനായിട്ടുള്ള ശിവരാജൻ, അതുപോലെ തന്നെ ശ്രീമതി പ്രമീള ശശിധരൻ, യുവത്വത്തിന്റെ പ്രതീകമായിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ ചെയർമാൻ, അദ്ദേഹത്തിന് ഒരു കാരണവശാലും വിജയിപ്പിക്കില്ല എന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും തീരുമാനിച്ചപ്പോ പൊന്നാപുരം കോട്ട കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയത്തിന്റെ കാണാൻ വേണ്ടിയ ശ്രീമാൻ സ്മിതേഷ് BDJS 2016 കാലഘട്ടം മുതൽ എനിക്കൊരു ജ്യേഷ്ഠനെ പോലെ
കൈപ്പൊക്കി കാണിച്ചാൽ ഞാൻ അവരുടെ എല്ലാം പേര് പറയാം. അതിനുപരിയായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലെ വിട്ടുമുട്ടുകനായിട്ടുള്ള ഒരാൾ വേദികളിരിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, ശ്രീമാൻ ശരതാണ്. അദ്ദേഹത്തിന് ഈ പ്രസ്ഥാനത്തിനെ എങ്ങനെ ചലിപ്പിക്കണം എന്ന് അദ്ദേഹത്തിന് അറിയാം. പട്ടാമ്പിക്കാരൻ, എത്രയോ വർഷമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ശ്രീമാൻ മുരളിയുണ്ട്. ഞാനിത് പറയാൻ കാരണം ഓരോ വ്യക്തികളെയും ഹൃദയം തൊട്ടുകൊണ്ടാണ് നിങ്ങളുടെ ശോഭാ സുരേന്ദ്രൻ കേരളത്തിൽ പ്രവർത്തിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ പിന്നിലെ കുറിച്ച് എനിക്കറിയാം, നിങ്ങളുടെ കഠിനമായിട്ടുള്ള യാതനകൾ എനിക്കറിയാം, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് എനിക്കറിയാം. ഇത് ശോഭയ്ക്ക് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പല്ല, ഇത് ശ്രീമാൻ നരേന്ദ്രമോദിക്ക് കേരളത്തിൽ വിജയിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. ആരാധനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദി, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, അദ്ദേഹം പറഞ്ഞു എത്രയോ വർഷം ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരു സ്ത്രീ, ആ സ്ത്രീയെ അവതരിപ്പിക്കുന്നതിന് മുൻപ് അദ്ദേഹം പറഞ്ഞു, നമ്മുടെ പ്രിയപ്പെട്ട മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, നാരീസു നാരായണി എന്നാണ് പറഞ്ഞത്. അതായത് എത്ര നാര്യസ്തു പൂജ്യം തത്ര ദേവത എന്നാണ്. എവിടെയാണോ സ്ത്രീ ആദരിക്കപ്പെടുന്നത്, ബഹുമാനിക്കപ്പെടുന്നത്, അവിടെ ദേവതമാണ് കല്ലാടണമെന്നുള്ള ആ പോയിന്റിനെ എന്റെയും നിങ്ങളുടെയും മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ ഞാൻ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ പെട്ടിപ്പറിക്കാതെ വിജയിച്ച ഒരു സ്ഥാനാർത്ഥിയായി മാറിക്കഴിഞ്ഞുള്ളതാണ്. എന്റെ നേതാവ്, ഈ ലോകം ആരാധിക്കുന്ന നേതാവ്, ആ ശ്രീമാൻ നരേന്ദ്രമോദി ശോഭയെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചിട്ട് പറയുകയാണ്, ഞാൻ വരുന്നത് വാരണാസിയിൽ നിന്നാണ്. വാരണാസിയിൽ നിന്ന് ഞാൻ വരുമ്പോൾ എനിക്ക് പാലക്കാടുമായി ബന്ധമുണ്ട്. ആ വാരണാസിയിൽ ഇരിക്കുന്ന അതേ കാശി വിശ്വനാഥൻ ഈ പാലക്കാടില് കൽപ്പാത്തിയിലുണ്ട് എന്നൊരു സൂചന നടത്തി. അവിടെ ഞാൻ കുടുംബങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ആ കൽപ്പാത്തിയിലെ കാശി വിശ്വനാഥനെ തൊഴുതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, വാരണാസിയും പാലക്കാടും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയുകയാണ്. ഞാൻ ഇതെല്ലാം പറയാൻ കാരണം എന്താണെന്ന് അറിയുമോ? ഇത് നമുക്ക്, നമ്മുടെ പ്രവർത്തകന്മാർക്ക്, കാര്യകർത്താക്കന്മാർക്ക് സാധാരണ ഒരു തെരഞ്ഞെടുപ്പല്ല. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രവർത്തകരോടും അപേക്ഷിക്കുന്നത്, ഞാൻ ജോലി ചെയ്യാതെ എവിടെ നിന്നെങ്കിലും നൂലിൽ കെട്ടി താഴെ എറിയുമെന്ന് ചപ്രമഞ്ച കട്ടിലിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ പ്രസ്ഥാനത്തിന് വേണ്ടി പണിയെടുക്കണം എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ടല്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. 13 വയസ്സിൽ ഇന്നലെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ആയോജനായിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്തിന്റെ മുൻ പ്രാന്ത പ്രചാരകൻ ശ്രീമാൻ എ ഗോപാലകൃഷ്ണൻ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നു. നിങ്ങൾക്കറിയുമോ, ആയിരക്കണക്കിന് നാളുകളെ മാത്തൂരിന്റെ മണ്ണിൽ നിരത്തിയിരുത്തിക്കൊണ്ട് എന്റെ ഹൃദയമായിട്ടുള്ള, എന്റെ സഹോദരനായിട്ടുള്ള ശ്രീമാൻ ചിറ്റൂർ രാജു ഒരു വലിയ പരിപാടി അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പിന്നിൽ അണിയറ പ്രവർത്തകരായി ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വന്ന ജില്ലയുടെ ഉപാധ്യക്ഷയായിട്ടുള്ള ദീപനുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാമു ഉണ്ടായിരുന്നു. പിരാരിയിലെ നിയോജകമണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറി അരുൺ ഉണ്ടായിരുന്നു. പിരാരിയിലെ ആളുകൾ 1000-ഓളം ആളുകൾ കാത്തു നിൽക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ സുദേവൻ ചേട്ടന്റെ ഫോൺ കോൾ വന്നു. ഇവിടെ സുദേവൻ ചേട്ടൻ ഇരിക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു, മന്ത്രി കാത്തു നിൽക്കുകയാണ്, സുരേഷ് ഗോപി സാർ ഉടൻ ഈ പരിപാടിയിലേക്ക് എത്തണം. പ്രിയപ്പെട്ടവരെ, ഞാനെടുത്ത തീരുമാനം എന്താണെന്നോ? ക്യാബിനറ്റ് മിനിസ്റ്ററോ ക്യാബിനറ്റ് സഹമന്ത്രിയോ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ മുൻകാല പ്രാന്ത പ്രചാരകനേക്കാൾ ഉയർന്നു നിൽക്കുന്ന ഒരാളല്ല ശങ്കർനാഥ് സിംഗ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച്. അദ്ദേഹം നമുക്ക് വലിയേണ്ടതാണ്. ഞാൻ ഒന്ന് കാണിച്ചാൽ, ഞാനൊന്ന് കൈ പിടിച്ച് കഴിഞ്ഞാൽ അടിയുന്ന മനസ്സുള്ള ഒരാളാണ് ശ്രീമാൻ സുരേഷ് ഗോപി. അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പകരം ഞാൻ എന്റെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ നഷ്ടപ്പെട്ടതിന് ശേഷം എന്നെ 13 വയസ്സിൽ ബാലഗോകുലത്തിലേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോയ, ഇന്നും ഞാൻ അച്ഛന്റെ സ്ഥാനത്ത് നിർത്തിയിട്ടുള്ള ഗോപാലകൃഷ്ണന്റെ കാൽപ്പാടുകളിൽ നമസ്കരിക്കാനാണ് ഞാൻ ആ പരിപാടി സ്ഥലത്തേക്ക് പോയത്. 1 മണിക്കൂർ സമയം എനിക്ക് വൈകി, പക്ഷേ എനിക്ക് സന്തോഷമുണ്ട്. ആ വേദിയിൽ എന്നെ കുറിച്ച് ഗോപാലകൃഷ്ണൻ പ്രസംഗിക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന സ്ത്രീക്ക് ജീവിതത്തിൽ കിട്ടേണ്ട ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റാണ് ശ്രീമാൻ നരേന്ദ്രമോദി നൽകിയ സർട്ടിഫിക്കറ്റിനേക്കാൾ അപ്പുറമാണ് എനിക്ക് ഗോപാലകൃഷ്ണൻ നൽകിയ ആ മൈക്കിലൂടെ നൽകിയ സർട്ടിഫിക്കറ്റ്. 60ഓളം വരുന്ന നമ്മുടെ വലിയ വലിയ ആളുകൾ ആ വേദി അലങ്കരിച്ചുകൊണ്ട് ഡോക്ടർമാരുണ്ടായിരുന്നു. ഞാൻ ജോലി ചെയ്തതിന് ശേഷം
മാത്രമേ നിങ്ങളോട് ജോലി ചെയ്യാൻ പറയൂ. ശോഭാ സുരേന്ദ്രൻ ഒരു സമരത്തിന് പോയാൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ വലിയൊരു സമരഭൂമിയിൽ പോയ സമയത്ത് അവിടെ ഇത് കേരളം മുഴുവൻ കേൾക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ എന്റെ പ്രവർത്തകരെ കുറിച്ച് സംസാരിച്ചതിന് ശേഷമേ രാഷ്ട്രീയം ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മുടെ തൃശൂർ ജില്ലയ്ക്കടുത്ത് മണലൂർ നിയോജകമണ്ഡലത്തില് സുധീഷ് എന്ന് പറയുന്ന ഒരു കാര്യകർത്താവുണ്ട്. ആ സുധീഷ് എന്ന് പറയുന്ന കാര്യകർത്താവിനോടൊപ്പം ഞങ്ങൾ എല്ലാവരും അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ മന്ദി മുരളീധരനാണ്. ഞങ്ങൾ പ്രവർത്തന രംഗത്ത് കർമ്മനിരതമായിട്ട് ഒരു സമരത്തിൽ പങ്കെടുക്കാൻ പോയതാണ്. സുധീഷിനെ അതിനിഷ്ഠൂരമായി പോലീസിലാണ് ലാത്തിചാർജ് നടത്തി. പോലീസിന്റെ ഉന്നതനായിട്ടുള്ള SP എന്നോട് പറഞ്ഞു, ശോഭ സമരഭൂമിയിൽ ഇറങ്ങിയാൽ ശോഭയ്ക്ക് ജീവിതം ബാക്കിയുണ്ടാകില്ല എന്ന് സൂചനയും നൽകി. പക്ഷെ പ്രിയപ്പെട്ടവരെ, സുധീഷിന്റെ തലയെ വെച്ച് പൊട്ടിച്ച പോലീസിനെ അന്ന് ചെറുപ്പൂരും എന്ന് പറഞ്ഞുകൊണ്ട് ആ പോലീസുകാർക്കിടയിലേക്ക് കടന്നു ചെന്ന് എന്നെ ഈ കാലഘട്ടത്തിൽ ശസ്ത്രക്രിയ നടത്തി 2 ആഴ്ചക്കാലം അബോധാവസ്ഥയിൽ കിടന്ന് നിങ്ങളുടെ സഹോദരിക്ക് എന്റെ ജീവനേക്കാൾ വലുതാണ് എന്നോടൊപ്പം സമരഭൂമിയിൽ നിൽക്കുന്ന ഒരു സാധാരണക്കാരനായ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകൻ. ആ പ്രവർത്തകനെ നെഞ്ചോട്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ശോഭ ഈ കേരളത്തിന്റെ മുന്നിൽ പിറകിലല്ല നിൽക്കുക, മുൻപിൽ നിൽക്കും. സമരത്തിന് പോയാൽ മുന്നിൽ, രാത്രി പോയ ശേഷം മാർച്ച് നടത്തിയാൽ മുന്നിൽ, അങ്ങനെ മുന്നിൽ നിൽക്കാൻ എനിക്ക് സാധിക്കും എന്നുള്ള ഉറപ്പോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് നിൽക്കുന്നത്. എനിക്ക് എല്ലാവരുടെയും സ്നേഹവും ഹൃദയവും നിങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന് നന്ദി അറിയിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ഞാനും നിങ്ങളും അഭിമുഖീകരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, കേരളത്തിൽ കഴിഞ്ഞ 70 വർഷക്കാലമായി ഒരു പൂർണ്ണ മനുഷ്യായുസ് നഷ്ടപ്പെടുന്നത് പോലെ ഈ കേരളത്തിന്റെ ജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ UDF എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിറകിലും കുറെ ആളുകൾ ഇരിക്കുന്നത് ഇപ്പോഴാണ് കണ്ടത്. അതായത് ബംഗാളിന്റെ ഗവർണറുടെ സെക്രട്ടറി സ്ഥാനം അത് ഇപ്പോഴും നിലനിൽക്കെ പുതിയ ഗവർണറെ സ്വീകരിക്കാൻ ബംഗാളിൽ നിൽക്കാതെ ശ്രീമാൻ സുരേഷ് വൈദ്യൻ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വന്നിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നഷ്ടപ്പെടില്ലേ എന്ന് ചോദിച്ച സമയത്ത് പാലക്കാട് ജയിച്ചിട്ട് വന്നി ജോലി അല്ലെങ്കിൽ MLA-യുടെ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അതുപോലെ നമ്മുടെ സിമി നായർ എവിടെയാണെന്ന് അറിയില്ല, മഹാരാഷ്ട്രയിലെ പുലിക്കുട്ടിയാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ തൂക്കാൻ പിടിക്കുന്ന ആളാണ്. സിമി നായരുടെ ഉണ്ട്. മറ്റൊരാൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. എപ്പോഴും ഹിന്ദി പറയാൻ സാധിക്കുന്ന, കന്നഡ പറയാൻ സാധിക്കുന്ന, തമിഴ് പറയാൻ സാധിക്കുന്ന 6 ഭാഷകൾ അനായാസമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഷാമുഖാൻ അവർ പറഞ്ഞിരിക്കുന്നുണ്ട്. വാരണാസിയിൽ ശ്രീമാൻ നരേന്ദ്രമോദിയോടൊപ്പം പ്രവർത്തിച്ച മിസ്റ്റർ ജേക്കബും ജേക്കബിന്റെ സഹധർമ്മിണി ശ്രീമതി അന്നയും ആ പുറകിലിരിക്കുന്നത്. ഞാൻ അവരെ വിട്ടുപോയി. ഞാൻ പറഞ്ഞു വന്നത്, 70 വർഷക്കാലം ഈ കേരളത്തിന്റെ പരിപൂർണമായിട്ടുള്ള ആയുസ് നഷ്ടപ്പെടുത്തിയ LDF-ഉം UDF-ഉം അവരുടെ ആ നഷ്ടപ്പെടുത്തിയ വർഷങ്ങൾ അത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് വികസനം എന്ന് പറയുന്ന പോയിന്റാണ്. ആ വികസനത്തിന്റെ കാഴ്ചപ്പാട് ഞാൻ മുന്നോട്ട് വെക്കുമ്പോൾ തൊഴിൽ മേഖലയാവട്ടെ, വ്യവസായ മേഖലയാവട്ടെ, കാർഷിക മേഖലയാവട്ടെ, ആരോഗ്യമാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, എണ്ണി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എല്ലാ മേഖലകളും പിന്തള്ളപ്പെട്ടു പോയ ഒരു മണ്ഡലമാണ് പാലക്കാട് നിയോജക മണ്ഡലം. ആ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ജോലിക്ക് വേണ്ടി കാവലിരിക്കുന്ന, കഷ്ടപ്പെട്ട് പഠിച്ച് കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് ഒരു ജോലി വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് പോലും
അഭിമുഖീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ പ്രതിപക്ഷവും അതുപോലെ തന്നെ എല്ലാവർക്കും ജയിൽ പുള്ളികൾക്ക് വരെ ശമ്പളം വർദ്ധിപ്പിച്ചു. കാരണം ജയിൽ പുള്ളികളിൽ ബഹുഭൂരിപക്ഷം വരുന്നതും പിണറായി വിജയന്റെ കൂട്ടുകാരാണ്. കൊടിസുനിയും മർമാണിയും കിർമാണിയും ഉൾപ്പെടെയുള്ള ആ ജയിൽ പുള്ളികൾ അവരുടെ ആവശ്യത്തിന് തടവ് ചെയ്യണം, അവരുടെ ആവശ്യത്തിന് പുറപ്പെടണം, അവരുടെ ആവശ്യത്തിന് ബിജെപിയുടെ പ്രവർത്തകന്മാരെ കൊലയും. എന്റെ സഹപ്രവർത്തകൻ ശ്രീമാൻ മാസ്റ്റർ പിഞ്ചുകുട്ടികളുടെ ചോട്ടുപാത്രത്തിലേക്ക് ചോരത്തുള്ളികൾ തെളിച്ചു വീഴുകൊണ്ട് വെട്ടിക്കീറി കൊലപ്പെടുത്തിയത് മാസ്റ്റർ ഒരു തെറ്റും ചെയ്തിട്ടല്ല. ഒറ്റയ്ക്കറിഞ്ഞുകൊണ്ടാണ് ആ പാനൂരിൽ മൊകേരിയിൽ തീട്ടൂരം പ്രഖ്യാപിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയ വൈകാരികന്മാരുടെ മുന്നിൽ അവിടെ പോയി നെഞ്ചും വിരിച്ചു നിന്ന് പ്രസംഗിച്ച് തിരിച്ചു വരാൻ ശോഭയ്ക്ക് അന്ന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാവം പാവം ഗോവിന്ദമാഷോടാണെങ്കിലും കാര്യങ്ങൾ പറയാൻ അവതരിപ്പിക്കാൻ കേരളത്തിന്റെ നിയമസഭയിലേക്ക് പോകണമെന്നാണ് നിങ്ങളുടെ ശോഭ ആഗ്രഹിക്കുന്നത്. അത് നമ്മൾ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കോൺഗ്രസുകാരും മാർക്സിസ്റ്റുകാരും വരെ ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ആഗ്രഹത്തിന്റെ പൂർത്തീകരണം അത് കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടാകും എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജയിൽ പുള്ളികളുടെ ശമ്പളം വർദ്ധിച്ചപ്പോ ആശാവർക്കർമാരുടെ ശമ്പളം കൂട്ടിയില്ല, ക്ഷേമ പെൻഷനുകൾ കൊടുത്തില്ല, ജനനിധി പദ്ധതിക്ക് വേണ്ടി 40% വരുന്ന ആളുകൾക്ക് പോലും കൂലി കൊടുത്തിട്ടില്ല. കോൺട്രാക്ടർമാർക്ക് അവർ ഞങ്ങൾക്ക് കുറച്ച് പൈസ തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ റോഡിന്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി റിയാസിന്റെ മുന്നിൽ അങ്ങനെ യാചിച്ചു നിൽക്കുകയാണ്. അപ്പൊ റിയാസ് പറയുകയാണ്, നിങ്ങൾക്കറിയില്ലേ, വകുപ്പ് ആരുടെയാണെങ്കിലും 2 പേരെ കാണാൻ പോയാൽ മതി. അറിയാം, ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്, കണ്ണൂരിലെ തമ്പുരാന്, പിന്നെയോ കുട്ടി രാജാവിനെ റിയാസിനെ. ഈ 2 പേരാണ് കേരളത്തിലെ കാര്യങ്ങൾ അത്രയും തീരുമാനമെടുക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആശാവർക്കർമാരെ കാണാത്ത, കാർഷിക മേഖലയെ വിലകൽപ്പിക്കാത്ത, കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യം കൊണ്ട് മാത്രം ഭരണകൂടം നടത്തിക്കൊണ്ടു പോകുന്ന ഒരാളാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിലെ മുഖ്യമന്ത്രി. ഭാഗ്യവാനാണ് പിണറായി വിജയൻ. എന്താ കാരണം എന്നറിയുമോ? നമ്മുടെ ആദ്യത്തെ കൊലപാതകി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. നിങ്ങൾക്കറിയുമോ, വാഴക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന പാവപ്പെട്ട കൂലിപ്പണിക്കാരനായ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനെ ക്രൂരമായും നിർക്രൂരമായും വെട്ടിക്കീറി കൊലപ്പെടുത്തിയപ്പോ അതിനുശേഷം വന്ന ഗവൺമെന്റുകൾ പിണറായി വിജയന് ശിക്ഷ കൊടുത്തിരുന്നുവെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്തകവത്തായിട്ട് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുന്ന ശ്രീമാൻ പിണറായി വിജയൻ മാറില്ലായിരുന്നു. ബർലിൻ കുഞ്ഞനന്ദൻ നാളെ പുസ്തകം എഴുതി, അത് കഴിഞ്ഞ് മറ്റൊരു കുഞ്ഞനന്ദൻ ഇപ്പൊ പുസ്തകം എഴുതി. എന്നാൽ ഏത് കുഞ്ഞനന്ദൻ പുസ്തകം എഴുതിയാലും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയന് ആകെ സങ്കടമുണ്ടാകുമോ? പാലക്കാടിലെ UDF സ്ഥാനാർത്ഥിയെ അമ്മമാർ പറഞ്ഞു. അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം. ആറ്റിങ്ങൽ പാർലമെന്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങയോട്. ഞാൻ സാധാരണ വയസ്സായ ആളുകളെ മുഴുവൻ കാൽക്കൽ നമസ്കരിക്കുന്ന ഒരാളാണ്. എനിക്ക് 52 വയസ്സാണ്. 52 വയസ്സിന് മുകളിലുള്ളവരെ മുഴുവൻ ബഹുമാനിക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് ഒരിക്കലും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്നേഹിക്കാനോ ആരാധിക്കാൻ പോയിട്ട് അദ്ദേഹത്തിന്റെ പേര് തന്നെ ബഹുമാനത്തോടു കൂടി പറയാനോ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് പറയുമോ? ആ കൊലപാതകം നടത്തിയതിനു ശേഷം ആ അമ്മ തയ്യൽ പണി ചെയ്തുകൊണ്ട് തന്റെ മകനെ വളർത്തിയെടുത്തു. തന്റെ മകനെ തയ്യൽ പണി ചെയ്ത് കിട്ടിയ നാണയത്തുട്ടുകൾ കൊണ്ട് വളർത്തിയെടുത്ത് ആ മകൻ 21 വയസ്സുള്ളപ്പോൾ സഹോദരി പരിപൂർണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ആ മകനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂരിലെ ഗുണ്ടകളെ കൊല ചെയ്യിച്ച ഈ കേരളത്തിന്റെ തലമുറ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ എങ്ങനെയാണ് സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി നിങ്ങളുടെ സഹോദരിക്ക് നോക്കിക്കാണാൻ സാധിക്കുക? സാധ്യമല്ല. അതിന്റെ പേരിൽ UDF സ്ഥാനാർത്ഥിക്ക് ചാമരം വീശാനാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനമെങ്കിൽ മിസ്റ്റർ പിണറായി വിജയൻ, ഞാൻ പറയട്ടെ, ഇവിടുത്തെ നല്ലവരായ
വ്യക്തിഗതമായ സ്വാതന്ത്ര്യം പച്ചക്കറിയും ഇന്ത്യയുടെ കൗൺസിലിനോട് ചെറിയ വിളിച്ച് ആക്ഷേപിച്ചപ്പോൾ അധികരിച്ചപ്പോൾ അവരുടെ കാര്യമാവാനും ലക്ഷ്മിയാവാനും ഒക്കെ സാധിക്കുന്ന കേരളത്തിലെ മണ്ഡലത്തിലൂടെ സ്ത്രീകളെ സ്ഥാനാർത്ഥിക്ക് ചാനൽ ചെയ്യുന്നതിന്റെ അമ്മയോട് മര്യാദയ്ക്ക് പെരുമാറുക. ശാസ്ത്രമാവിന്റെ ആ പെൺകുട്ടികളെയും ആശാന്തി കാമി പറഞ്ഞു. പക്ഷെ ഞാൻ തയ്യാറല്ല എന്ന് പറയുന്നതാണ് കേരളത്തിലെ മുഖ്യമന്ത്രി രംഗപ്പെടുന്നത്. സാധനം പഠിക്കുന്നതുകൊണ്ട് രാഷ്ട്രീയ ഞാൻ കൂടുതൽ പഠിക്കുന്നില്ല. പക്ഷെ ഈ രാജ്യത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കറിയാം പറവൂരിൽ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം.
നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടെ കണ്ടത് 5 കോടി വർഷത്തിലേക്കാണുള്ള ശോഭ പോകാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ കേന്ദ്ര നിങ്ങൾ അവരെ ശോഭ 25 വീടാണ് എന്നാൽ ആരാധനായിരുന്നു നരേന്ദ്രമോദി പറഞ്ഞത് ഒട്ടും ചെയ്യാനില്ല ഇതൊരു ശ്രീമാൻ നരേന്ദ്രമോദിയുടെ യാത്രയിലാകുന്നുണ്ട് രണ്ട് ജനങ്ങളും കൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് നമുക്ക് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ 5,000 അതായത് 10 പൈസ ശമ്പളം അദ്ദേഹം അപ്പൊ അത്രയല്ലേ 5 മുഖ്യമന്ത്രിമാർക്കൊണ്ടിരിക്കുന്നില്ല ഞാൻ ഈ പോരാട്ടത്തിൽ ഇത് ധർമ്മക്ഷേത്രമാണ്. ഈ പോരാട്ടത്തിൽ പല ദുഃഖങ്ങളും അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന എന്റെ മുനിസിപ്പൽ കൗൺസിലർമാർക്ക് ഇരിക്കുന്നുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്നോട് പറഞ്ഞത് വാശിപ്പിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്കും കാരണം പ്രധാനമന്ത്രി മുനിസിപ്പൽ കൗൺസിലർമാർ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെയാ നടത്തിയത്? ഏറ്റവും വലിയ ആളെ പറഞ്ഞിട്ടില്ല. ഏറ്റവും വലിയ ആളെ നേരിട്ടത് അദ്ദേഹത്തിന്റെ വാട്സപ്പിൽ വലിയ മനുഷ്യനോട് കൂടി ഇദ്ദേഹത്തോട് പറഞ്ഞു ലംഘനമാണെങ്കിൽ എന്റെ സഹോദരിമാരാണ് അവരുള്ളത്. അവർ എന്താണ് കാരണം ഒന്ന് തോന്നും. ഒപ്പം നമുക്ക് നമ്മുടെ ജില്ലയിൽ വിമലാദേവിയുടെ നമ്മുടെ പ്രിയപ്പെട്ട ബലിദാനിയായിട്ടുള്ള
ശങ്കരന്റെ കുടുംബത്തിലെ അമ്മ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ശ്രീരാമന്റെ കുടുംബം അവർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവരൊന്നും അനുഗ്രഹിച്ചുകൊണ്ട് നിങ്ങളും തിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. വാക്ക് പറഞ്ഞാൽ പാടിക്കുന്ന ആളാണെന്ന് ശ്രീമതി ശോഭാ എന്റെ സഹോദരന്മാർക്ക് വിശ്വാസം കഴിയില്ല. നിങ്ങളുടെ പ്രിയപ്പെട്ട നിങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ശോഭിച്ച് ജയിക്കണം, ഞങ്ങളുടെ ശോഭിച്ച് ജയിക്കണം, ഞങ്ങളുടെ ശോഭിച്ച് ജയിക്കണം ഞാൻ അവിടെ നിങ്ങൾക്ക് അമ്മമാരുടെ പങ്കിലും എന്റെ